ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈഗ. ഇന്ന് എങ്ങനെയാണ് പുഡിംഗ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ കസ്റ്റർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ എടുക്കുക. 2 ടേബിൾ സ്പൂണിന് 2 ടേബിൾ സ്പൂൺ ഷുഗർ എടുക്കുക. ഇതിൻ്റെ കൂടെ 6 ടേബിൾ സ്പൂണ് തിളപ്പിച്ചാറിയ പാല്, ഇളം ചൂടുള്ള പാലും ചേർത്ത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മധുരം അധികം വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്യുക. ഒരിക്കലും പുഡിംഗ് പൗഡർ നല്ല ബോയിൽഡായ പാലിൽ ഒഴിക്കാൻ പാടില്ല. പുഡിംഗ് മിക്സ് നല്ല കട്ടിയായി പോകും. ചെറു ചൂടുള്ള പാലിൽ നമ്മൾ ഈ മിക്സ് ചെയ്ത പുഡിംഗ് മിക്സ് അല്പമായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു 500 ml പാലാണ് ഞാൻ മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. അല്പമായിട്ട് കട്ട പിടിക്കാതെ ഇളം ചൂടിൽ തീ ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് കുറച്ചായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്ത് ഒരല്പം തണുക്കാനായിട്ട് വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് സ്ട്രോബെറി, ബനാന, ഗ്രേപ്സ്, കിവി, പിന്നെ ആപ്പിൾ ഇതെല്ലാം ചോപ്പ് ചെയ്ത് വയ്ക്കാം. പുഡിങ്ങിൻ്റെ ബേസായിട്ട് ഞാനിവിടെ സ്പോഞ്ച് കേക്കാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം സ്പോഞ്ച് കേക്ക് ബൗളിൽ ലെയർ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ പഴം, ആപ്പിള്, സ്ട്രോബെറി, കിവി, ഗ്രേപ്സ് ഇതെല്ലാം തന്നെ സ്പ്രെഡ് ചെയ്യുക. പിന്നെ ഓൾറെഡി ഞാൻ റാസ്ബെറി ജെല്ലിയും ഓറഞ്ച് ജെല്ലിയും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജെല്ലി കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ സ്പോഞ്ച് കേക്ക് ലെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിൽ. ആ പുഡിങ്ങിന് കുറച്ചൊരു സോഫ്റ്റ്നെസ് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തന്നെ പുഡിംഗ് കാണാൻ നല്ല ഒരു കളർഫുൾ ഇതായി മാറിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കസ്റ്റർഡ് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഈവനായിട്ട് വരുന്നത് പോലെ സ്പ്രെഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഒരു അല്പം തിക്നെസ് വരുന്ന ആ ഒരു സ്റ്റേജിലാണ് തീ ഓഫ് ചെയ്തത്. പക്ഷേ ഇപ്പം ഏകദേശം കുറച്ചുകൂടെ അത് ഒരു തിക്ക് സ്റ്റേജിലോട്ട് അത് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ആ പ്രിപ്പയർ ചെയ്ത കസ്റ്റർഡ് പ്രിപ്പയർ ചെയ്ത് ആ ഫ്രൂട്ട് മിക്സിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് ഒരു ലെയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ഒരു ലെയർ സ്പ്രെഡ് ചെയ്യാം. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ആവശ്യമുള്ള ആ ഒരു കൺസിസ്റ്റൻസി, ഞാനിവിടെ ആ ഒരു പീക്ക് കൺസിസ്റ്റൻസി വരുന്നത് വരെ, അതായത് നമ്മൾ ആ ബൗൾ കമഴ്ത്തിക്കഴിഞ്ഞാൽ അത് താഴെ വീഴാൻ പാടില്ല, ആ ഒരു സ്റ്റേജ് വരെ ഞാനത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബീറ്റ് ചെയ്തെടുത്ത ആ വിപ്പിംഗ് ക്രീം നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്ത ആ പുഡിംഗ് ലെയറിൻ്റെ മുകളിൽ ആ വിപ്പിംഗ് ക്രീം കൂടെ സെറ്റ് ചെയ്ത് നമുക്ക് പൊമോഗ്രാനേറ്റോ ചെറിയോ സ്ട്രോബെറി ഇതെല്ലാം കൊണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഒരു 2 to 4 hours നമുക്ക് നോർമൽ ഫ്രിഡ്ജിൽ, ഫ്രീസറിൽ വെക്കേണ്ട, നോർമൽ ടെമ്പറേച്ചറിൽ, ഫ്രിഡ്ജിനകത്ത് നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് നമുക്ക് കഴിക്കാം. വളരെ ടേസ്റ്റിയായ പുഡിങ് ആണ് ഇത്. ഇതിൽ ആഡ് ചെയ്യുന്ന ഫ്രൂട്ട്സൊക്കെ ഓരോരുത്തരുടെ ഇമാജിനേഷൻ അനുസരിച്ച് നമുക്ക് ഡിഫറെൻ്റായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ഫ്രൂട്ട് ട്രൈഫിൾ കസ്റ്റർഡ് പുഡിംഗ് റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.